ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐബിസ് പെയിന്റെക്സിൽ എങ്ങനെ ഒരു പോർട്രേറ്റ് വരയ്ക്കാന്നാണ്. നിങ്ങൾക്ക് അറിയാമോ, ഐബിസ് പെയിന്റെക്സ് ഒരു റാസ്റ്റർ ആപ്ലിക്കേഷൻ ആണ്. അതോടെ നമ്മുടെ ആൻഡ്രോയിഡ്, iOS, ഇപ്പോൾ വിൻഡോസിലും അവൈലബിൾ ആണ് ഐബിസ് പെയിന്റെക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഐബിസ് പെയിന്റെക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിലാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് തന്നെ കാണാം, സ്കിപ്പ് ചെയ്യാതെ. അതിൽ മൈ ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഞാൻ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓൾറെഡി ഒരു ക്യാൻവാസ് അവിടെ എടുക്കുന്നുണ്ട്. നമുക്കൊരു പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു പ്ലസ് ഐക്കൺ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ക്യാൻവാസിന്റെ നമുക്ക് സൈസസ് എടുക്കാം. എത്ര വേണം നമുക്ക് സൈസ്, ക്യാൻവാസ് സൈസ് എത്ര വേണം, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്. അതിൽ കുറെ പ്രീസെറ്റ്സ് ഉണ്ട് സൈസിന്റെ. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഹൈ റെസൊല്യൂഷൻ ആണ്, സോ സ്ലോ ആവാൻ സാധ്യത ഉണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഈ കാണുന്നതാണ് ലെയർ പാനൽ. ലെയർ പാനലാണ് നമുക്ക് ലെയേഴ്സ് വേണ്ടത്. ഇപ്പൊ ഇമ്പോർട്ട് പിക്ചർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കേണ്ട ഇമേജ് ഞാൻ എടുക്കുകയാണ്. ഒരു ഫേമസ് ഫുട്ബോളറിന്റെ ഇമേജ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഇമേജ് എങ്ങനെ ഒരു പോർട്രേറ്റ് വരയ്ക്കാം എന്നാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മുമ്പത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ കണ്ണ്, മൂക്ക്, അങ്ങനെ ഓരോ പോർഷൻസ്, ലിപ്സ് കാര്യങ്ങളൊക്കെ വരച്ചു, ഹെയർ കാര്യങ്ങളൊക്കെ. ഇനി ടോട്ടൽ ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് അതിൽ നിന്നും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അത്ര നാളെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോർഷൻസ് വരയ്ക്കുന്ന പോലെ അല്ല നമ്മൾ ഒരു പോർട്രേറ്റിലേക്ക് വരുമ്പോൾ. എല്ലാ പോർഷൻസ് വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ടെക്നിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആക്കണോ എന്നാണ് ചോദിക്കുന്നത് ഇമേജിന്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആഡ് ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഒരു പുതിയ ലെയർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ലെയറിന്റെ മേലെയാണ് ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത്. അപ്പൊ ടോട്ടൽ 3 ലെയർ എടുക്കുന്നുണ്ട്. ഒന്ന് ഏറ്റവും താഴേക്ക് എടുക്കുന്ന ലെയറിനെ പിടിച്ച് ഞാൻ മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ലെയറിന് പേര് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ആ ലെയറിന് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ പേര് കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഡിജിറ്റൽ ആർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് റെഡി ആവേണ്ട ഒരു കാര്യമാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ ഓക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ബേസിക്സിൽ പെൻസ് നോക്കാം, ഏത് പെൻ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് കാണാം, ഒരു ഡിപ്പെൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ഡിപ്പെൻ ഹാർഡ്. ഈ ഒരു പെൻ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഇപ്പൊ കളർ ബ്ലാക്ക് തന്നെയാണെന്ന് നോക്കാം. ലെയർ പാനൽ എടുത്തിട്ട് ഞാൻ അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ റെഫറൻസിന്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുന്നുണ്ട്. അത് നമ്മൾ വരയ്ക്കുന്ന വര ഒന്നും കൂടി ബെറ്റർ ആയിട്ട് കാണാനാണ്. എൻ്റെ ഔട്ട്ലൈനിന്റെ ലെയർ ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിനി എത്ര വേണം, സൈസ് എത്ര വേണം എന്ന് നോക്കണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ അതിന്റെ പിക്സൽ സൈസ്, അതായത് നമ്മുടെ പോയിന്റ് എത്ര വേണമെന്ന് നമുക്ക് ഏകദേശം നിങ്ങൾ ഇങ്ങനെ വരച്ചു നോക്കാം ഫസ്റ്റ്. അതായത് നമുക്ക് ഓക്കെ ആണോ, ഇത്ര സൈസ് വേണോ. ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു ഔട്ട്ലൈനെ കട്ടി കൂടാൻ സാധ്യതയുണ്ട്, വളരെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചൊന്ന് ജസ്റ്റ് നോക്കാം എത്ര വേണം നമുക്ക് ഔട്ട്ലൈൻ കാര്യങ്ങൾ. ഇനി സ്റ്റെബിലൈസ് ഓപ്ഷൻ ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓൺ ചെയ്തിടാം. ഈ ടൂൾസിനെ പറ്റിയൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് ട്യൂട്ടോറിയൽസ് പറഞ്ഞുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണാം അതിന്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തപ്പോൾ പോസ്റ്റ് ഫെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒന്നും കൂടി നീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രത്തോളം സൈസ് വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് വരച്ച് നോക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിന്റെ ഡിഫറൻസ് ഔട്ട്ലൈനിന്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഞാൻ വരയ്ക്കുന്ന ഒരു ലൈനിന്റെയും. അപ്പൊ ഞാൻ ആ ഫോഴ്സ് ഫെയ്ഡിന്റെ ഓപ്ഷൻസിൽ ആ സ്റ്റാർട്ടിങ് എൻഡിങ്ങിന്റെയും ആ ഒരു ചിസൽ ഒരു രൂപത്തിലുള്ള ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു എൻഡിലേക്ക് വരുമ്പോൾ അത് ഞാൻ കുറച്ചും കൂടി കുറച്ചിടുകയാണ്. കാരണം രണ്ട് ഭാഗത്തും ഒരേപോലെ ആയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗം എന്താ പറയാ, വളരെ നീറ്റ് ആയിട്ട് വളരെ തിക്കായിട്ടുള്ള ഒരു തിൻ ലൈൻസ് ആയിട്ട് വരും. ഓക്കെ, നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പൊ ഞാൻ വരയ്ക്കേണ്ട പോർഷൻ നിങ്ങൾ എപ്പോഴും വരയ്ക്കുമ്പോൾ പരമാവധി സൂം ചെയ്തിട്ട് വരയ്ക്കുക. എന്നാലും നിങ്ങളെ കൈ കുറച്ചും കൂടി വഴങ്ങുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സൂം ഔട്ട് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ മാക്സിമം സൂം ഇൻ ചെയ്തിട്ട് തന്നെ വരയ്ക്കാം. അപ്പൊ നിങ്ങൾ ഒരു തവണ വരച്ചു ഓക്കെ ആയില്ല, അപ്പൊ അൺഡു ചെയ്യുക. അൺഡു ചെയ്തിട്ട് വീണ്ടും വരച്ചു നോക്കുക. ഓക്കെ ആണെങ്കിൽ മാത്രം അത് ഫൈനലൈസ് ചെയ്യാം. കാരണം ഔട്ട്ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ക നീറ്റ് ആയിട്ട് വേണം ഔട്ട്ലൈൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റെബിലൈസിങ് ഓപ്ഷൻ ഇട്ടിരിക്കുന്നത് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ സ്റ്റെബിലൈസ് ഓപ്ഷൻ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കർവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് സ്ട്രെയിറ്റൻ ആക്കി തരും നമുക്ക്. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ചെയ്താൽ മതി. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസ് ഇടാം. സ്റ്റെബിലൈസിങ് അതിന്റെ എത്രത്തോളം വേണം, അതിന്റെ വാല്യൂ അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് വരയ്ക്കുന്നത് കാണാം.
അപ്പോൾ വളരെ സാവധാനം സമയമെടുത്ത് തന്നെ ഔട്ട്ലൈൻ വരക്കാം. ഓക്കെ, ഔട്ട്ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതായത് നമുക്ക് എല്ലാത്തിന്റെ ബേസ്, ഇപ്പൊ ഒരു വീട് കെട്ടുകയാണെങ്കിൽ അതിന്റെ തറ കെട്ടുക എന്നുള്ളതാണ് ഏറ്റവും ബേസ്. തറ ഓക്കെ അല്ലെങ്കിൽ ആ വീട് മൊത്തം ടോട്ടലി പൊളിഞ്ഞു പോകും. ആ ഒരു ലെവലായിരിക്കും. അതുപോലെ തന്നെയാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അതിപ്പോ ഏതൊരു മീഡിയ എടുത്ത് നോക്കിയാലും, പെൻസിൽ ഡ്രോയിങ് ആണെങ്കിലും പോർട്രേറ്റ് കളേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും, നമുക്ക് ഔട്ട്ലൈൻ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ അവസാനത്തെ ഔട്ട്പുട്ട് ബെറ്റർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ആ ഒരു ഹെയറിന്റെ, അതായത് ആ താടിയുടെ പോർഷൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻസ് ഇങ്ങനെ എങ്ങോട്ടാണോ അതിന്റെ ഡയറക്ഷൻ എടുക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് ജസ്റ്റ് ലൈൻസ് മാത്രമേ ഇടുന്നുള്ളൂ. അതായത് ടോട്ടലി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വരയ്ക്കുന്നില്ല. അതായത് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ലൈൻസ്, ആ ഡയറക്ഷൻ അനുസരിച്ച് ലൈൻസ് ഇട്ടിട്ട് അതൊരു ഔട്ട്ലൈൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു ലെവലില് താടി, ഹെയർ പോലുള്ള ഭാഗങ്ങൾ നമുക്ക് കറക്റ്റ് അതിന്റെ ആ ഒരു ഡയറക്ഷനിലേക്ക്, എങ്ങോട്ടാണ് അത് വീണ് കിടക്കുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ വരച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നാളായി ട്യൂട്ടോറിയൽസ് ഒക്കെ ഇട്ടിട്ട് ആക്ച്വലി അത് അക്കാദമിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാം തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇനി എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. നമുക്കറിയാം ഫോട്ടോഷോപ്പിന്റെ ട്യൂട്ടോറിയൽസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു, ബേസിക് ട്യൂട്ടോറിയൽസ്. ഇനി ഇല്ലുസ്ട്രേറ്ററിന്റെ ബേസിക് ട്യൂട്ടോറിയൽസ് ഇടാനുണ്ട്. പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ് പോലുള്ള സോഫ്റ്റ്വെയർസിന്റെയും അതുപോലെ തന്നെ ബേസിക് ട്യൂട്ടോറിയൽസ് വരും. അപ്പൊ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് അറിയാം, എങ്ങനെ എടുത്ത് നോക്കിയാലും ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ ബേസിക്സ് ഇട്ടിട്ട് പിന്നീട് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാറുള്ളൂ, അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിത്തറ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾക്ക് പോർട്രേറ്റ് വരയ്ക്കുന്നതും, അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരു ഇമേജ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും, ഇമേജ് എഡിറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ നേരിട്ട് ലോഗോ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള നമ്മൾ ട്യൂട്ടോറിയൽ ഇട്ടിട്ട് വലിയ കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു 100% ഔട്ട്പുട്ടിന്റെ ഒരു 30% ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് ഈ ടൂൾസും കാര്യങ്ങളൊന്നും മര്യാദക്ക് അറിയാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ പ്രശ്നമാണ്. ഇപ്പൊ ഞാനൊരു ടോട്ടലി പോർട്രേറ്റ് വരയ്ക്കുന്ന നേരിട്ട് ഞാനൊരു ട്യൂട്ടോറിയൽ ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ വരയ്ക്കുന്ന 100% ഒരു 70 അല്ലെ 50% നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയേക്കാം. പക്ഷെ എന്റെ ട്യൂട്ടോറിയൽസിൽ ഞാൻ പറയുന്ന അതേ സ്റ്റെപ്സ് ആയിരിക്കും നിങ്ങൾ അപ്പൊ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതവിടെ നിന്ന് പോകും. കാരണം നിങ്ങൾക്ക് പിന്നീട് ആ ടൂൾസിനെ കുറിച്ചോ, ആ ബ്രഷസിനെ കുറിച്ചോ, അല്ലെങ്കിൽ അതിന്റെ സെറ്റിങ്സിനെ കുറിച്ചൊന്നും കൂടുതൽ അറിവുണ്ടായിരിക്കില്ല. അപ്പൊ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത് അവിടെ കൊണ്ടുവന്ന് നിർത്തും. പിന്നീട് നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ മാക്സിമം എല്ലാ ടൂൾസിനെ കുറിച്ചും ഇൻട്രൊഡക്ഷനും ഇന്റർഫേസും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ IBIS പെയിന്റെക്സിന്റെ ഈ ഒരു പോർട്രേറ്റ് ട്യൂട്ടോറിയലിലൂടെ IBIS പെയിന്റെക്സ് നമ്മൾ അവസാനിപ്പിക്കും. പിന്നീട് നമുക്ക് കുറച്ച് ഇല്ലുസ്ട്രേറ്റർ, അതായത് അഡോബിയുടെ ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്ന PC സോഫ്റ്റ്വെയർ ഉണ്ട്. അത് മെയിൻ ആയിട്ട് വെക്ടർ വർക്ക്സ് ചെയ്യാൻ, വെക്ടർ ആർട്ട് വർക്ക്സ്, ലോഗോസ്, പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ ബേസിക്സ് ആയിരിക്കും ഇടുന്നത്. ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ള ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബിയുടെ ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഏകദേശം നമ്മൾ ഇൻഫിനിറ്റി ഡിസൈൻ കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോഡെസ്ക് സ്കെച്ച്ബുക്കിന്റെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ IBIS പെയിന്റെക്സിന്റെ ഞാൻ മാക്സിമം ട്യൂട്ടോറിയൽസ് ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറയാം ഇനി ഏതൊക്കെ ട്യൂട്ടോറിയൽസ്, എങ്ങനെയുള്ള ട്യൂട്ടോറിയൽസ് വേണം എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ നോക്കി ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചുകൂടി സ്പീഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ടൈം ലാപ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സെറ്റപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ പ്രധാനപ്പെട്ട ആ താടിയുടെ പോർഷനും ഞാൻ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത്, അതേ സ്റ്റെപ്പ്. ഇനി ആ ഒരു ഹെയറിന്റെ പോർഷന് അതുപോലെ തന്നെ വരക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഹെയറിന്റെ എങ്ങനെയാണ് ലൈൻസ് അല്ലെങ്കിൽ ഡിറക്ഷൻ എടുക്കുന്നത്, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ആ ഡിറക്ഷൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ഹെയറിന്റെ പോർഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരയ്ക്കാം. ടോട്ടലി എന്താ പറയാ, ക്ലോസ്ഡ് ആയിട്ടുള്ള ലൈൻസ് വരച്ചു വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ഡയറക്ഷൻ വരയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ ഹെയറിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഞാൻ ഉള്ളിലും ആ ഒരു ഡയറക്ഷൻ അനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഷെയ്ഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ആ ഒരു നെക്കിന്റെ പോർഷൻ കംപ്ലീറ്റ് വരച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്കിൽഡ് ആയി കഴിഞ്ഞാൽ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ഔട്ട്ലൈൻ വരയ്ക്കണം എന്ന് ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ പോർഷൻ എടുത്ത് പറഞ്ഞ് വരയ്ക്കണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാനാണ്.
ആക്ച്വലി നമുക്ക് സ്കിൽഡ് ആണെങ്കിൽ ഇത്ര ആക്യുറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഔട്ട്ലൈൻ വരയ്ക്കില്ല. ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് പോവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം കണ്ടോ, ഈ ഒരു ലെവലിലാണ് ഔട്ട്ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ പൊട്ടി പൊട്ടിക്ക് എടുക്കണമെന്ന് വെച്ചാൽ ഹൈ ക്യാൻവാസ് സൈസ് കുറച്ചും കൂടി ഹൈ ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. സൂം ചെയ്താൽ നമുക്ക് ഏകദേശം മനസ്സിലാവാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് റാസ്റ്റർ ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്യാൻവാസ് സൈസ് കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിക്സൽസ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ വരച്ച ഇമേജിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ എടുക്കണം. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 3 ലെയർ എന്ന് പറഞ്ഞാൽ. അതിന്റെ റീനെയിം ചെയ്യാം കേട്ടോ ഞാൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇനി എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ബേസിക് കളർ കൊടുക്കുക എന്നുള്ളതായിരിക്കും അല്ലെ, സ്കിന്നിന്റെ ബേസിക് കളർ കൊടുക്കുക. നമ്മൾ ഓരോ ലെയേഴ്സിലും ഇങ്ങനെ ബേസിക് കളേഴ്സ് ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാ ട്യൂട്ടോറിയൽസും ചെയ്തത്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. സ്കിന്നിന്റെ ബേസിക്സ് കളർ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്ന് റീനെയിം ചെയ്തിരുന്നത്, ഞാൻ എല്ലാം റീനെയിം ചെയ്തിരുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ലെയർ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ലെയേഴ്സ് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ബേസിക് സ്കിൻ കളർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബേസിക് സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് റീനെയിം ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ സ്കിപ്പ് ചെയ്യാതെ ഓരോ പോർഷൻസും കാണണം. കാരണം എന്ന് വെച്ചാൽ ഓരോ പോർഷൻസിലും ഓരോ ടിപ്പ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പലരും ട്യൂട്ടോറിയൽ കണ്ടിട്ട് കുറെ ഡൗട്ട്സ് ആയിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പോഴാണ് മനസ്സിലായി ഒരു മര്യാദക്ക് ട്യൂട്ടോറിയൽ കണ്ടിട്ടില്ല എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത പുതിയ ലെയർ അല്ലെ, ബേസിക് കളർ സ്കിൻ ഷെയ്ഡ്. ഇനി നേരെ പെന്നിൽ പെൻ ഫെയ്ഡ് പോയിട്ട് എടുക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. ഒപ്പാസിറ്റി 100 ആക്കണം. കളർ ഞാൻ ലോങ് പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെഫറൻസിൽ നിന്ന് തന്നെയാണ് കളർ സെലക്ട് ചെയ്തത്. പ്രത്യേകിച്ച് പാലറ്റ്സ് ഒന്നുമില്ല. കാരണം നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പാലറ്റ്സ് ഒന്നും ക്ലിക്ക് ചെയ്തൊന്നും കളർ എടുക്കരുത്. നമ്മുടെ റെഫറൻസിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് കളർ എടുക്കുക. ഓക്കെ, സൈസ് എത്ര വേണ്ടത് ആ ഒരു സൈസിലേക്ക് മാറ്റി ഒപ്പാസിറ്റി 100 ഇട്ടു. ലെയർ സെലക്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ റെഫറൻസിലൊക്കെ വരച്ചു വെക്കും. ഓക്കെ, ബേസിക് കളറിന്റെ ആ ലെയർ സെലക്ട് ചെയ്ത് വെച്ചു. ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും മുകളിലായിട്ടാണ് അല്ലെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ലെയർ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ കാണുന്നില്ല. അപ്പൊ അതൊന്ന് താഴോട്ട് വലിച്ചിടുക. ഇപ്പൊ ഔട്ട്ലൈൻ കാണാം. നമുക്ക് ആ സ്കിന്നിന്റെ ഷെയ്ഡും കറക്റ്റ് ആയിട്ട് കാണാം. എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ഔട്ട്ലൈനിന്റെ ലെയർ എപ്പോഴും മുകളിലായിരിക്കണം. ഏത് സമയത്തും മുകളിലായിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സ് ചെയ്യാണ്ട് കുറച്ചൊന്ന് സ്പീഡ് ആക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൽ വേറെ ടിപ്സോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ആ സ്കിൻ കളർ എവിടെയൊക്കെ വരും അവിടെയൊക്കെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ചെവിയുടെ ആ ഒരു പോർഷൻ, അതുപോലെ തന്നെ ആ ഫേസിന്റെ പോർഷൻസ് കാര്യങ്ങൾ നിങ്ങൾ ഈ ഹെയറിന്റെ പോർഷൻസ് ഒക്കെ വരുമ്പോ എന്തായാലും അവിടെ ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഹെയർ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു സ്കിന്നിന്റെ ഒരു ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ താടിയുടെ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിന്റെ മുകളിൽ വേറെ ലെയർ ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഹെയറിന്റെ ആ ഒരു ബ്ലാക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നതാണ്, ഹെയറിന്റെ ആ പോർഷൻസിലും സ്കിന്നിന്റെ ഷെയ്ഡ് കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. കാരണം നമുക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഹെയർ എടുക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് സ്കിന്നിന്റെ ആ ഒരു ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ബേസിക് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിനെ റീനെയിം ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ. ഹെയറിന്റെ ബേസിക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. ബേസിക് കളർ അല്ലെങ്കിൽ ബേസ് കളർ എന്ന് പറയുന്നത് ഹെയറിന്റെ ബ്ലാക്ക് ആയിരിക്കും അല്ലെ. ചില മുടിയുടെ കളർ വ്യത്യാസം അനുസരിച്ച് ബേസിക് കളറും വ്യത്യാസം ഉണ്ടാവും. ഇത് ഏകദേശം ബ്രൗണിഷ് ഷെയ്ഡ് ആണ് ഒരു ഹെയർ കളർ. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് കളർ വേണമെങ്കിൽ ബ്രൗൺ കൊടുക്കണം എന്നില്ല, ബ്ലാക്ക് തന്നെ കൊടുക്കാം. കാരണം ഷെയ്ഡ്സ് കൊണ്ടുവരുമ്പോൾ ബ്രൗൺ ഷെയ്ഡ്സ് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ ഞാൻ ബ്രഷ് കൊണ്ടാണ് ഫിൽ ചെയ്യുന്നത്. കുറച്ചുകൂടി ഹെയർ ഒക്കെ വരയ്ക്കാൻ കുറച്ചുകൂടി ലാസോ ടൂളാണ് ബെസ്റ്റ്. അത് ലാസോ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്, എങ്ങനെ വരയ്ക്കണം ഞാൻ കാണിച്ചത്. ലാസോ ഞാൻ സെലക്ട് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോയിട്ട് നമുക്ക് എവിടെയൊക്കെ വേണം, എത്ര പോർഷൻസ് വേണം അവിടെ ഇങ്ങനെ വരച്ചിട്ട് കളർ ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ബക്കറ്റ് ടൂൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഓപ്ഷൻസിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ബ്രഷ് ടൂൾ എടുത്തിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. കാരണം പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല, നമ്മൾ സെലക്ട് ചെയ്തൂല. ലേസർ ടൂൾ വെച്ച് സെലക്ട് ചെയ്തപ്പോൾ ആ സെലക്ട് ചെയ്തതിന്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പുറത്തേക്കൊന്നും പോകൂല. കാരണം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ വീണ്ടും ലേസർ ടൂൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇത്രത്തോളം നമ്മൾ കൊടുത്തത്. നിങ്ങൾക്ക് കാണാലോ ആ ഒരു പോർഷൻ നമ്മൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷൻസും, അതായത് ഹെയറിന്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന എല്ലാ പോർഷൻസ് ഇതുപോലെ തന്നെ ലേസർ ടൂളിന്റെ സഹായത്തോടെ ചെയ്തെടുക്കാം. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ ചെറിയ ചെറിയ പോർഷൻസിൽ ബ്രഷ് വെച്ചിട്ട് സൈസ് കുറച്ചും കൂട്ടി ഇങ്ങനെ വരച്ച് കൊണ്ടിരുന്നതിലും നല്ലത് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ സെയിം ലാസോ ടൂൾ തന്നെ വെച്ച് നമ്മൾ ചെയ്യാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് റെഫറൻസ് വിൻഡോനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ഇത് ചെയ്തിരുന്ന ഒരു ട്യൂട്ടോറിയൽ, സെറ്റിംഗ്സിൽ പോയിട്ട് റെഫറൻസ് വിൻഡോ ഓൺ ചെയ്തിടാം. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കാനൊന്നും പറ്റൂല അല്ലേ. അപ്പൊ അത് കഴിഞ്ഞാൽ റെഫറൻസ് വിൻഡോ ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ മുമ്പ് ഒരു ട്യൂട്ടോറിയൽ ചെയ്തതിന്റെ റെഫറൻസ് ആണ്. അത് ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്ത് കളയാണ് ആ റെഫറൻസ്. ഓക്കെ, എന്നിട്ട് ഇതിൽ ഓപ്ഷൻസിൽ ആഡ് റെഫറൻസ് കൊടുത്തിട്ട് നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ആ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റെഫറൻസ് വിൻഡോയിൽ ഇമേജ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചിട്ട് സൂം ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരയ്ക്കാം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പരമാവധി യൂസ് ആക്കാം. മൊബൈൽ വരയ്ക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ വിൻഡോ വെച്ച് വരയ്ക്കാൻ, എങ്കിലും സാധിക്കുകയൊക്കെ ചെയ്യും. കുറച്ചും കൂടി വലിയൊരു 6 ഇഞ്ചിന് മേലുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ലെയറിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു സെയിം ലെയർ തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ലെയർ മാറി വരച്ചാൽ പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, വീഡിയോയിൽ ഞാൻ ലെസർ ടൂൾ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഇങ്ങനെ ശ്രദ്ധിച്ച് വരയ്ക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പുറത്തു വരെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇറേസ് ചെയ്യാം, ഇറേസർ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ പരമാവധി ശ്രമിക്കാം. ഇത് ഇവിടെ പെയിൻ ബക്കറ്റ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഫില്ല് ചെയ്ത് എങ്ങനെയാണ് ബ്രഷ് യൂസ് ചെയ്തിട്ടല്ലേ. രണ്ടായാലും കുഴപ്പമില്ല. പെയിൻ ബക്കറ്റ് ടൂള് കുറച്ചുകൂടി ജസ്റ്റ് ഒറ്റ ക്ലിക്കിന് ഫില്ല് ചെയ്യാം, മറ്റേതാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് വരച്ച് ഫില്ല് ചെയ്യാം. എങ്ങനെ ഫില്ല് ചെയ്താലും നമ്മൾ ആ സെലക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ മാത്രമേ കളേഴ്സ് ഫില്ല് ആവുള്ളൂ. ഓക്കെ ഓക്കെ, ഒറ്റയടിക്ക് ഞാൻ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്തു. അപ്പോൾ എല്ലാ ഭാഗത്തും ഷാർപ്പായിട്ടാണ് എടുക്കില്ല, ഔട്ട്ലൈൻ ഒക്കെ ഷാർപ്പായിട്ടാണ് എടുക്കുന്നത്. ആ ഒരു പോർഷൻ നമ്മളിപ്പോൾ ഫില്ല് ചെയ്യുന്ന പോർഷൻസ് ഒക്കെ അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി എടുക്കും കേട്ടോ. ഞാൻ ആ ഒരു പുരികിന്റെ ഭാഗവും അതുപോലെ തന്നെ മീശയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ബേസിക് ആയുള്ള കളറാണ്. ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും നമ്മൾ. ആ പിന്നീടുള്ള എപ്പിസോഡിൽ നിങ്ങൾ കാണുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ക്ലോത്തിന്റെ ഒരു ബേസിക് കളർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ആ ക്ലോത്ത് ബ്ലാക്ക് ആണ്, എങ്കിലും നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പോർഷൻ വരച്ചിട്ട് ഞാൻ കളർ വീണ്ടും ഫില്ല് ചെയ്യാണ്. വരയ്ക്കാത്ത ആ ഒരു പോർഷൻസും ബാക്കിയുള്ള കളറും കൂടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വളരെ സിമ്പിൾ ആയിട്ട് വരച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇനി എവിടെയെങ്കിലും ഫില്ല് ആവാണ്ട് വൈറ്റ് കാണുന്നുണ്ടെങ്കിൽ ബ്രഷ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കി വെക്കാം കേട്ടോ. ബ്രഷ് ടൂൾ എടുത്ത് ജസ്റ്റ് ആ ഒരു ഭാഗം, അതായത് ആ ഒരു വൈറ്റ് ഒക്കെ കാണുന്ന നമ്മൾ വര വീഴാത്ത ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് സെറ്റ് ആക്കി വെക്കാം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കണം. പുറത്തേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പിന്നീട് നിങ്ങൾ റേസ് ചെയ്ത് സെറ്റ് ആക്കി വെക്കണം പുറത്തേക്ക് പോയി കഴിഞ്ഞാലും. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ചെയ്തതെന്ന്. ഇതുവരെയുള്ള നമ്മൾ ചെയ്തത് ഔട്ട്ലൈൻ വരച്ചു, അതുപോലെ തന്നെ ബേസിക് കളർ സ്കിന്നിന്റെ കൊടുത്തു, പിന്നെ ഹെയറിന്റെ കൊടുത്തു, ഹെയർ വരുന്ന പോർഷൻസിന്റെ ഒക്കെ ബേസിക് കളർ കൊടുത്തു, ഇപ്പൊ ക്ലോത്തിന്റെ കൊടുത്തു. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് പഠിച്ചത്. അതിന്റെ ഇടയിൽ കുറച്ച് ടിപ്സ് പറഞ്ഞു പോയിട്ടുണ്ട്, ഔട്ട്ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും പിന്നെ റെഫറൻസിന്റെ കാര്യങ്ങൾ എടുത്തതും ഒക്കെയാണ് നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത് അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ സ്കിൻ എങ്ങനെ ഷെയ്ഡ് ചെയ്യാന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സ്കിൻ ഷെയ്ഡ് ചെയ്യാന്നുള്ളത്. നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഒരു പ്രധാന പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇനിയുള്ള വീഡിയോസും കറക്റ്റ് ആയിട്ട് കാണാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ഇൻബോക്സിൽ ചോദിക്കുന്നവർക്ക് ഇൻബോക്സിലും ചോദിക്കാം. നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.